SAM SARA പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രാവലിംഗ് വ്ളോഗ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അത് കാരണം ഇന്ന് 2 ദിവസം അടുപ്പിച്ച് ട്രാവലിംഗ് വ്ളോഗ് വരാനുള്ള കാരണം ഇന്നൊരു സൺഡേ ആണ്. എനിക്ക് എല്ലാവർക്കും അറിയാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ശനിയാഴ്ച ഞാൻ അതിലൊരു ട്രാവലിംഗ് വ്ളോഗ് ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇച്ചിരി കൂടെ, അതായത് നമ്മൾ ഇന്നലെ പോയ റൂട്ടിൽ തന്നെ ഏകദേശം ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ 2 കിലോമീറ്ററോളം ഒരു റൈഡ് കിട്ടി. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. അപ്പോൾ അതങ്ങ് ട്രാവലിംഗ് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. ചിരിക്കണി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ എല്ലാം കണ്ടവരെ ഒരു 3-4 പേരെന്നോട് പറഞ്ഞു മോളുടെ മിണ്ടുന്നില്ല, മോളുടെ അനങ്ങുന്നില്ല. ഇൻസ്റ്റാഗ്രാമിന് മെസ്സേജ് വന്നു, വാട്സപ്പിന് മെസ്സേജ് വന്നു. അപ്പം മോളുടെ എന്തെങ്കിലുമൊക്കെ ഇനി കുറച്ച് നേരം പറയുന്നതായിരിക്കും. എന്തുകൊണ്ടൊക്കെയാണ് പോകുന്നത്? ഓക്കെ. അപ്പോൾ അതിൻ്റെ കാരണം കുറിച്ച് നമുക്ക് പറയുന്ന താല്പര്യമില്ല. ഈ വരുന്ന വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയാമായിരിക്കും. ഉറക്കത്തിൽ തന്നിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര അരയും വിളിയാണ്. എനിക്ക് നോയ്സ് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞായറാഴ്ചയായിട്ട് അങ്ങനെ വലിയ വണ്ടി തിരക്കൊന്നുമില്ല, കുഴപ്പമില്ല. നല്ല രീതിയിൽ ഷേക്ക് വരുന്നുണ്ടായിരിക്കും, നല്ല രീതിയിൽ കട്ടറൊക്കെ ഉണ്ട്. അപ്പം ഇന്നലെ വന്ന പോലെ തന്നെ ഇന്നലെ ഇവിടെ ഒക്കെ ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് പള്ളിപ്പടി ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റാണ്. നമ്മളിവിടെ ഒരാളുകൊണ്ട് പണിക്കാരൻ വരുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇതുവഴിയാണ് പോകുന്നത്. നമ്മളിവിടെ ഒരാളുണ്ട്, പണിക്കാരൻ, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ട്. മോളുടെ അവളുടെ സെറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, അവളുടേതാണ് ക്യാമറ. ഞാൻ ഗിയർ ചേഞ്ച് ചെയ്ത് നിർത്തിയത്. മുമ്പോട്ട് പോവാം. നല്ല ഷേക്ക് വരും. സൈക്കിളിനെ വേണ്ടാണ്. भैया मैं ऊपर होगा. നമ്മുടെ പണിക്കാരനാണ്, ഹിന്ദിക്കാരനാണ്, അതുകൊണ്ട് തന്നെ ഹിന്ദി പറഞ്ഞ്. ഇനിയിപ്പോൾ കയറ്റാണ്, ഫസ്റ്റ് ഗിയറിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ കയറാം. ഇന്നലത്തേലും കുറച്ചുകൂടെ ദൂരമുണ്ട്. ഇന്നലെ നമ്മൾ ഇവിടെ വന്ന വീട് ഇതാണ്. അങ്ങനെ വെള്ളോട്ട് കയറി പോവാം. ചിലപ്പോൾ ഇറങ്ങേണ്ട വരും, 1 ഹാൻഡ് ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ മേലെ വരെ പോകുന്നതായിരിക്കും. ഇപ്പോൾ കയറി വന്നേ, നല്ല കയറ്റാണ്. അവളോട് നിൽപ്പുണ്ട്. പണിക്കാരൻ വന്നിട്ട് പോവാം. ഇതുവഴി മേലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, ഈ കയറ്റമാണ്, ബുദ്ധിക്കയറ്റം. മേലോട്ട് അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, നമുക്കിനി ഈ മലയാണ് കയറാനുള്ളത്. അപ്പോൾ നമുക്കിനി മുന്തി കയറാം. നല്ല ഷേക്ക് വരും.
ഇവിടുന്ന് അപ്പോൾ കേസ് നമ്മൾ എത്തേണ്ടടുത്തെത്തി. ഇവിടുന്ന് താഴോട്ടാണ് പോകേണ്ടത്. പുറകെ കാണുന്നതാണ് നമ്മുടെ വസ്തു. ഇവിടുന്ന് താഴോട്ടാണ് പോകേണ്ടത്. നല്ല കൊതുകുണ്ട്, പെട്ടെന്ന് പോവാം. അവളാദ്യം പോവും, പുറകെ ഞാനും. ഇവിടെ ബ്രേക്ക് നോക്കണേ. എൻ്റെ കൊണ്ട് ജോലി ഇങ്ങനെ പോകുന്നതാണ്. നല്ല ഇറക്കമാണ്, നല്ല ഷെയ്ക്കിങ് വരും. ഇത് കുറവാണ്, എല്ലാം കൽപ്പിച്ചിറങ്ങാം. ഇപ്പോൾ കേസ് നമ്മളിങ്ങനെ എത്തി. കണ്ടിത് വഴിയാണ് വന്നത്. ബൈക്കിൻ്റെ ഒരു ഇഷ്യൂ കാരണം ചിലപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ട്രൈപോഡ് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കട്ടെ. പോണേ കേസ്. അപ്പോൾ നല്ല ഷേക്ക് വരും. കിട്ടുമോ? ഇല്ല, കിട്ടുമോ? ഞാനപ്പോൾ പതുക്കെ ഇറങ്ങുകയാണ് ഗൈസ്. ബ്രേക്ക് കിട്ടുമെന്ന് നല്ല സംശയമാണ്. കുത്തനെ ഇറക്കമാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 2 ബ്രേക്കിലും എൻ്റെ കൈയുണ്ട്. പേടിച്ചാണ് ഗൈസ് ഇറങ്ങുന്നത്. എൻ്റെ ബ്രേക്കിൻ്റെയാണ് ഈ സൗണ്ട്. ഈ ഹോൺ അടിക്കുന്നവനാണ്. അത് സാരമില്ല, ഞാൻ ഇതുവഴി 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. എങ്കിലും ഈ മഴ സമയത്ത് പോയിട്ടില്ല. അപ്പം നല്ല മഴയാണ് ഗൈസ്. അതിൽ വെട്ടുന്നുണ്ട്. കുഴപ്പമില്ല. പക്ഷേ ട്രൈപോഡല്ല, അവളുടെ തലയിൽ കിട്ടുന്നത്. അവള് വരുന്ന കാര്യം നോക്കാം ഗൈസ്. അവളത് വഴി ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. അവൾ ഉരുട്ടിക്കൊണ്ടാണ് വരുന്നത്, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇടിയാ എടുക്കല്ലേ, ഇറങ്ങിയിട്ട് വാ. ഇത് വളവാ, ഇറങ്ങിയിട്ട് വാ. ഗൈസ് അവൾ പേടിച്ചാണ് ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞാലും കേൾക്കത്തില്ല, അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. ആദ്യം വെള്ളം സെറ്റ് ചെയ്യാം ഗൈസ്. വീഡിയോ റെക്കോർഡായില്ല ഗൈസ്. നമ്മൾ വീഡിയോ ഓൺ ചെയ്തിരുന്നു, പക്ഷെ വീഡിയോ റെക്കോർഡായില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ ആയി. നോക്കണ്ടേ വീഡിയോ പോയിട്ട് നോക്കാം റെക്കോർഡാവുന്നുണ്ടോ. ഇതിന് മുമ്പോട്ട് പോവാം. ഗിയറിയും ചെയ്ത് നമ്മുടെ യാത്ര മുമ്പിലേക്ക്. ഗൈസ് എത്രത്തോളം കിട്ടുന്നുണ്ടെന്നറിയില്ല. ഗൈസ് ഇന്നത്തെ യാത്ര ട്രാവലിങ്ങിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കാരണം ഫോൺ ഫിറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അതിലും വിജയകരമായി നമ്മുടെ വീഡിയോ ആക്കിയിരിക്കുകയാണ്. ഗൈസ് മമ്മി തുണിയിരിക്കുകയാണ്. ഇതിന് ഇവിടെ കാർപ്പുറത്ത് കറക്കി. അപ്പോൾ എന്ത് പറയാൻ, തളർന്ന് ക്ഷീണിച്ച് വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഈ ഔട്ട്രോ എടുക്കുന്ന വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. ഈ ഫുൾ കുപ്പി വെള്ളം ഉണ്ടാകും ഞങ്ങൾ 2 കുടിച്ച് തീർത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൈക്ലിംഗ് അല്ല,
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം 5 മണിക്ക് ഞങ്ങളുടെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ 5 മണിക്ക് എല്ലാവരും വീഡിയോ കാണണം. പിന്നെ ഒത്തിരി പേർക്ക് ഷെയർ കൊടുക്കണം. നമുക്കിപ്പോൾ 81 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ 81 സബ്സ്ക്രൈബേഴ്സ് ആയ സന്തോഷിച്ച്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ ട്രാവലിംഗ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ പുത്തൻ വീഡിയോസ് വരുന്നതായിരിക്കും. വേറെ ലെവൽ, അതായത് ഇനിയുള്ള കളികൾ വേറെ ലെവലായിരിക്കും, ഇനിയുള്ള വീഡിയോസ് വേറെ ലെവലായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്താൽ ആരെങ്കിലും ഫോളോ ചെയ്യുക. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു കാര്യം പറയാൻ മറന്നു ഏതായാലും പറയുന്നത്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒപ്പം മരിച്ച് അവരുടെ വിഷമത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ അങ്കിളിൻ്റെ ഫോട്ടോ ആണ് ഏറ്റവും ആദ്യം ഞാൻ വീഡിയോയുടെ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത്. ആൾക്കാർക്ക് സംശയം തോന്നും, എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത്ര കാര്യങ്ങളുണ്ട് എൻ്റെ ഈ വീഡിയോ ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്താൽ അതിനുള്ളിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. നാളെ ഒരു പുതിയ വീഡിയോ കാണും എന്ന പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൽ മമ്മിയോടൊപ്പം SAM SARA signing out.